വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് ഒരു സംഭാഷണം പഠിക്കാം. ഫ്രെഡി, ജോൺ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ്. ആദ്യം ഫ്രെഡി ജോണിനെ ഫോണിൽ വിളിക്കണേ. എന്നിട്ട് പറയുന്നു, ഹായ് ജോൺ, ദിസ് ഈസ് ഫ്രെഡി, ആർ യു ബിസി? ഹായ് ജോൺ, ദിസ് ഈസ് ഫ്രെഡി, ഇത് ഫ്രെഡിയാണ്. ദിസ് ഈസ് ഫ്രെഡി. ആർ യു ബിസി? നീ തിരക്കിലാണോ? ആർ യു ബിസി? നീ തിരക്കിലാണോ? അപ്പോൾ ജോൺ പറയുന്നു, നോ, അല്ല. വൈ? എന്തേ? വൈ എന്ന വാക്കിന് ഇവിടെ എന്തേ എന്നുള്ള അർത്ഥമാണ്. വൈ, എന്തേ. അപ്പോൾ ഫ്രെഡി ചോദിക്കുന്നു, ഡു യു നോ എനിത്തിങ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്? ഡു യു നോ എനിത്തിങ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്? നിനക്ക് കമ്പ്യൂട്ടറുകളെ പറ്റി എന്തെങ്കിലും അറിയുമോ? ഡു യു നോ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയുമോ. എനിത്തിങ്, എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറുകളെ കുറിച്ച്, നിനക്ക് കമ്പ്യൂട്ടറുകളെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? അപ്പോൾ ജോൺ ചോദിക്കുന്നു, വാട്ട്സ് ദ മാറ്റർ? വാട്ട്സ് ദ മാറ്റർ? എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? അപ്പോൾ ഫ്രെഡി പറയുന്നു, മൈ കമ്പ്യൂട്ടർ ഈസ് റണ്ണിങ് റിയലി സ്ലോ. എൻ്റെ കമ്പ്യൂട്ടറെ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റൺ എന്ന വാക്കിന് നമുക്കറിയാം ഓടുക എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ വർക്ക് ചെയ്യുക എന്നർത്ഥമാണ്. മൈ കമ്പ്യൂട്ടർ ഈസ് റണ്ണിങ്, എൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് റിയലി സ്ലോ. റിയലി എന്ന് പറഞ്ഞാൽ വെരി, വളരെ എന്നാണ് അർത്ഥം. വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോൺ ചോദിക്കുന്നു, ഹാവ് യു ട്രൈഡ് ടു റീസ്റ്റാർട്ട് ഇറ്റ്? ഹാവ് യു ട്രൈഡ് ടു റീസ്റ്റാർട്ട് ഇറ്റ്? നീ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാവ് യു ട്രൈഡ് എന്ന് പറഞ്ഞാൽ നീ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. ഹാവ് യു ട്രൈഡ്, നീ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ടു റീസ്റ്റാർട്ട് ഇറ്റ്, അത് റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നീ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഫ്രെഡി പറയുന്നു, യാ, അതെ. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ സ്ലോ, പക്ഷേ അത് ഇപ്പോഴും സ്ലോ ആണ്. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ സ്ലോ, പക്ഷേ അത് ഇപ്പോഴും സ്ലോ ആണ്. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. വീണ്ടും ജോൺ ചോദിക്കുന്നു, ഡു യു തിങ്ക് ഇറ്റ് വാസ് ഇൻഫെക്റ്റഡ് ബൈ എ വൈറസ്? ഡു യു തിങ്ക് ഇറ്റ് വാസ് ഇൻഫെക്റ്റഡ് ബൈ എ വൈറസ്? അതിൽ വൈറസ് കയറിയതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ് വാസ് ഇൻഫെക്റ്റഡ്. ഇൻഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക അല്ലെങ്കിൽ രോഗം പിടിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇവിടെ വൈറസ് കയറുക എന്നർത്ഥമാണ്. ഇറ്റ് വാസ് ഇൻഫെക്റ്റഡ് ബൈ എ വൈറസ്, അതിൽ വൈറസ് കയറിയതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഫ്രെഡി പറയുന്നു, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഐ സ്കാൻഡ് ഇറ്റ് ഫോർ വൈറസസ്. ഐ സ്കാൻഡ് ഇറ്റ് ഫോർ വൈറസസ്, അതിൽ വൈറസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് സ്കാൻ ചെയ്തിരുന്നു. ഐ സ്കാൻഡ് ഇറ്റ്, ഞാൻ അത് സ്കാൻ ചെയ്തിരുന്നു. ഫോർ വൈറസസ്, വൈറസുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ജോൺ ചോദിക്കുന്നു, ഹൗ ഓൾഡ് ഈസ് യുവർ കമ്പ്യൂട്ടർ? ഹൗ ഓൾഡ് ഈസ് യുവർ കമ്പ്യൂട്ടർ? നിൻ്റെ കമ്പ്യൂട്ടറിന് എത്ര പഴക്കമുണ്ട്? ഹൗ ഓൾഡ് എന്ന് പറഞ്ഞാൽ എത്ര പഴക്കം, നിൻ്റെ കമ്പ്യൂട്ടറിന് എത്ര പഴക്കമുണ്ട്? അപ്പോൾ ഫ്രെഡി പറയുന്നു, 10 വർഷം. 10 ഇയേഴ്സ്. 10 ഇയേഴ്സ്, 10 വർഷം. അപ്പോൾ ജോൺ പറയുന്നു, ഐ തിങ്ക് ദാറ്റ്സ് ദ പ്രോബ്ലം. ഐ തിങ്ക് ദാറ്റ്സ് ദ പ്രോബ്ലം, എനിക്ക് തോന്നുന്നു അതാണ് പ്രശ്നമെന്ന്. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് ദ പ്രോബ്ലം, അതാണ് പ്രശ്നമെന്ന്. അപ്പോൾ ഫ്രെഡി പറയുന്നു, യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. യു ആർ റൈറ്റ്. ഐ ഗസ് ഇറ്റ്സ് ടൈം ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. ഐ ഗസ് ഇറ്റ്സ് ടൈം ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങാൻ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഗസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. ഇവിടെ ഐ തിങ്ക് എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് ഐ ഗസ് എന്ന് പറയുമ്പോഴും. ഐ ഗസ് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ടൈം സമയമായി. ടു ബൈ വാങ്ങാൻ. എ ന്യൂ കമ്പ്യൂട്ടർ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങാൻ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോൺ പറയുന്നു, വി ജസ്റ്റ് ബോട്ട് എ ന്യൂ വൺ. വി ജസ്റ്റ് ബോട്ട് എ ന്യൂ വൺ, ഞങ്ങൾ ഇതാ ഇപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിയതേ ഉള്ളൂ. വി ജസ്റ്റ് ബോട്ട്, ഞങ്ങൾ ഈയിടെ വാങ്ങി. ഇവിടെ ജസ്റ്റിന് ആ അർത്ഥമാണ് വരുന്നത്, ഈയിടെ. വി ജസ്റ്റ് ബോട്ട്,
ഞങ്ങൾ ഈയിടെ വാങ്ങി. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി. ബൈ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ബോട്ട്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബോട്ട് വാങ്ങി. വി ജസ്റ്റ് ബോട്ട്, ഞങ്ങൾ ഈയിടെ വാങ്ങി. എ ന്യൂ വൺ, പുതിയ ഒരെണ്ണം. ഇറ്റ് വർക്ക്സ് ഗ്രേറ്റ്, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് വർക്ക്സ് ഗ്രേറ്റ്. ഡു യു വാണ്ട് ടു കം ഓവർ ആൻഡ് ടേക്ക് എ ലുക്ക്? ഡു യു വാണ്ട് ടു കം ഓവർ ആൻഡ് ടേക്ക് എ ലുക്ക്? നിനക്ക് ഇങ്ങോട്ടേക്ക് വന്ന് അതൊന്ന് കാണണം എന്നുണ്ടോ? ഡു യു വാണ്ട് ടു കം ഓവർ എന്ന് പറഞ്ഞാലേ നിനക്ക് ഇങ്ങോട്ടേക്ക് വരണോ? കം ഓവർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നോ മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നതിനാണ് കം ഓവർ എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഡു യു വാണ്ട് ടു കം ഓവർ, നിനക്ക് ഇങ്ങോട്ടേക്ക് വരണോ? ആൻഡ് ടേക്ക് എ ലുക്ക്, എന്നിട്ട് അതൊന്ന് നോക്കണോ? ടേക്ക് എ ലുക്ക് എന്ന് പറഞ്ഞാലേ ഒരു സാധനം എടുത്ത് പരിശോധിച്ച് നോക്കുന്നതിനാണ് ടേക്ക് എ ലുക്ക് എന്ന് പറയുന്നത്. ഡു യു വാണ്ട് ടു കം ഓവർ ആൻഡ് ടേക്ക് എ ലുക്ക്, നിനക്ക് ഇങ്ങോട്ടേക്ക് വന്ന് അതൊന്ന് നോക്കണം എന്നുണ്ടോ? അപ്പോൾ ഫ്രെഡി പറയുന്നു, ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ, അത് നല്ലൊരു കാര്യമാണ്, അത് നല്ലൊരു ഐഡിയ ആണ് എന്നാണ് അർത്ഥം. ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. ഐ വിൽ ബി റൈറ്റ് ഓവർ, ഐ വിൽ ബി റൈറ്റ് ഓവർ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ഐ വിൽ കം സൂൺ എന്ന അർത്ഥമാണ്. ഐ വിൽ ബി റൈറ്റ് ഓവർ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ഈ കോൺവെർസേഷനിലെ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനു മുമ്പും ഇതുപോലെയുള്ള കോൺവെർസേഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് എന്ന പേരിലെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള കോൺവെർസേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.